കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ ആഗസ്റ്റ് 28 വ്യാഴാഴ്ച രാവിലത്തെ നിർമ്മാല്യ ദർശനമാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വലിയ തിരക്ക് എന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. എന്നാൽ കൂടുതൽ തിരക്കൊന്നുമില്ല, അവധി ദിവസങ്ങളിലെ തിരക്കൊന്നുമില്ല. നിർമ്മാല്യ ദർശനത്തിൻ്റെ ആ ഒരു പവിത്രതയിലാണ് വന്ന ആളുകൾക്കൊക്കെ, വന്ന ഭക്തർക്കൊക്കെ വളരെ സുഖദർശനം കിട്ടും തന്നെ പറയാം. എന്നാൽ തീരെ തിരക്കില്ലായില്ലേനി. ഇന്നലെ ഒക്കെ തിരക്കുണ്ടായിരുന്നു, മിനിഞ്ഞാന്നും ഒക്കെ. ഇന്ന് കുറച്ച് ഉണ്ട്. പിന്നെ ഇപ്പോൾ വേറെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഭഗവാന്റെ തിരുനടയിൽ ഇന്ന് ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലാണ് പൂക്കളം, അതായത് ചോതി പൂക്കളം വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലാണ്. പിന്നെ അതിനും പുറമെ ഇന്ന് ഇല്ലന്നറയാണ്. അതിൻ്റെ കറ്റകളൊക്കെ കൊടന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 11 മണിക്ക് ശേഷം 1:40 വരെയാണ് അതിൻ്റെ സമയം. ആ സമയത്താണ് കറ്റകൾ അകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു കാഴ്ച കാണാം. അപ്പോൾ ഇല്ലെന്നറ അത് കഴിഞ്ഞാൽ പിന്നെ കതിരുകളൊക്കെ നമ്മുടെ വീട്ടിലേക്കും പ്രസാദമായിട്ട് കിട്ടും. അപ്പോൾ കൊണ്ടുവരാം. വളരെ പ്രാധാന്യമുള്ള ഇല്ലെന്നറയാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ ഇല്ലെന്നറ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അത്രയ്ക്കും പ്രാധാന്യം ഏറിയത് തന്നെയാണ്. ഇനി അടുത്ത വർഷമല്ലേ ഉണ്ടാവുള്ളൂ. ഈ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ വീട്ടിൽ ഇല്ലെന്നറയുടെ കതിര് കൊണ്ടുപോയിട്ട് വെച്ചാൽ ഐശ്വര്യം, സമാധാനം, സന്തോഷം, ധനലാഭം ഒക്കെ ഉണ്ടാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പനാണ് അങ്ങോട്ട് വരുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ പ്രസാദമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതിനത്രയും പവിത്രത ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് പരമ്പരാഗത ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുടെ പാടത്ത് വിത്തിറക്കിയിട്ട് കൊയ്ത് കൊടന്ന് കൊടുക്കുന്നതാണ്, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതാണ് കറ്റകൾ. ഇന്നലെ ലോറിയിൽ കൊടന്നിറക്കിയിട്ടുണ്ട് കിഴക്കേ നടയിൽ തന്നെ. അതിന്ന് രാവിലെ 11 മണിക്ക് ശേഷം, 11:40 അങ്ങനെ എന്തോ പറഞ്ഞു, ആ സമയത്തിന് ശേഷം ആണ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് എടുക്കുക. അങ്ങനെ മണിയറയുടെ മണിക്കിണറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവന്ന് വയ്ക്കുക. പിന്നെ ബാക്കി കുറച്ചാണ് ശ്രീലകത്തേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ഇന്നലത്തെ വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമായിരുന്നല്ലോ. ഉണ്ണിക്കണ്ണനെ, അതായത് മുരളീധരനും, അതേപോലെ തന്നെ ഗണപതിയും. ആ ഗണപതിയുടെ മുന്നിൽ ഒരു കുട്ട നിറച്ച് മോദകമൊക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള രൂപമായിരുന്നു. അതാണ് ഇന്നലെ കാണാൻ പറ്റാത്തവർക്കും കണ്ടവർക്കൊക്കെ ഇന്ന് വീണ്ടും. പിന്നെ ദേവകൾ പൂജിതമായിട്ടുള്ള ആ വിഗ്രഹമാണ്. അതായത് ദേവകൾ നമ്മൾ തൃപ്പുക കഴിഞ്ഞിട്ട് നട അടച്ചാൽ പിന്നെ ദേവകൾ വന്ന് പൂജിക്കുന്നു എന്നാണല്ലോ. കാരണം അത്രയ്ക്കും പ്രാധാന്യമുള്ള വൈകുണ്ഠത്തിലെ വിഗ്രഹം തന്നെയാണ്, കൃഷ്ണൻ പൂജിതമായ വിഗ്രഹം തന്നെയാണ്. അതാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ 3 മണിക്ക് കാണുന്നത്. അപ്പോൾ ആ കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. നിർമ്മാല്യ സമയമാണ് എല്ലാവരുടെ മുന്നിലും എത്തുന്നത്. കൂടാതെ ഭഗവാന്റെ മുന്നിലെ ആ പൂക്കളും, കിഴക്കേ നടയിലെ പൂക്കളവും ചോതിപ്പൂക്കളാണ് ഇന്നത്തെ. ഇനിയിപ്പോൾ 10 ദിവസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ ദിവസമായി. ഇന്നിപ്പോൾ 3-ാമത്തെ ഓണായി. ആ ഒരു കാഴ്ചയാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനവും ചോതിപ്പൂക്കളം ദർശനവും ഒക്കെ ലഭിക്കട്ടെ. എല്ലാവരും കാണുക. കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.